ഹലോ! അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോയില് മനു വൈജയന്തിയെ കാണാൻ വരികയാണ്. അപ്പൊ വൈജയന്തി കുറെ പരാതി പോലെ പറയുന്നുണ്ട്. നാട്ടുകാരെന്തിന് ഇങ്ങനെ ബഹളം വെക്കുന്നു എന്നുള്ള രീതിയില്. അപ്പൊ മനു പറയുന്നുണ്ട്, "ഇത് വേറെ ഏതെങ്കിലും വീട്ടിലെ പയ്യനാർന്നെങ്കിൽ, വേറെ ഏതെങ്കിലും വീട്ടിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മളും ഇതേപോലെ തന്നെ ചെയ്താനേ" എന്ന് മനു പറയുന്നുണ്ടേ. എന്നിട്ട് വൈജയന്തി വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, "അവന്റെ ഭാവി പോയി, അവന്റെ പഠിത്തം പോയി. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയി. എല്ലാത്തിനും കാരണം അലീനയാണ്. അവൾ വന്ന് കേറിയതോടു കൂടിയാണ് ഈ കുടുംബം നശിഞ്ഞത്" എന്നൊക്കെ നമ്മുടെ വൈജയന്തി ഫോണിലൂടെ പറയുവാണ്. അപ്പുറത്ത് നമ്മുടെ ബബിത ആരൊക്കെയോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ബബിതയുടെ അടുത്താണോ നമ്മുടെ വൈജയന്തി വിളിച്ചു പറഞ്ഞത് എന്നും അറിഞ്ഞൂടാ. എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാട്ടോ പോകുന്നത്. പിന്നീട് നമ്മുടെ രോഹിത്തിനെയും ഹരിനെയും കോടതിയിൽ നിന്നും അവിടുന്ന് വിധി വന്നു. ഇവര് ജയിലിനുള്ളിൽ തന്നെയാണ് ഇനിയുള്ള കാലം മുഴുവനും. അപ്പൊ ഇവരെ തിരികെ കോടതിയിൽ നിന്നും വണ്ടിയിലേക്ക് കയറ്റുന്നതിനിടയിൽ നാട്ടുകാർ വളഞ്ഞു ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കുറെ രംഗങ്ങളും ഇതിനിടയിൽ പ്രൊമോയിൽ കാണിക്കുന്നുണ്ടേ. കാത്തിരിക്കാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.